കോഴിക്കോട് വെള്ളയിൽ കൊലപാതകത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ശ്രീകാന്തിന്റെ പോസ്റ്റ്മോർട്ടം നടക്കുക. പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. സമീർ സി മിഥില ബാലൻ കോഴിക്കോട് ചേരുന്നു. മിഥില, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഒരു കൊലപാതക കേസിലെ പ്രതിയാണ് കൊല്ലപ്പെട്ടത്. ഇത്തരത്തിൽ വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന രീതിയിൽ എന്തെങ്കിലും തെളിവുകൾ ഈ ഘട്ടത്തിൽ വന്നിട്ടുണ്ടോ? കൊലപാതകയെക്കുറിച്ച് എന്തെങ്കിലും സൂചന മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ഉണ്ടോ പോലീസിന്? സുഹേലെ, അത്തരം കാര്യങ്ങളൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നിലവിലിപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് ശ്രീകാന്തിന്റെ പോസ്റ്റ്മോർട്ടം ആരംഭിച്ചിട്ടുണ്ട്. ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും അന്വേഷണവുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കുക. എന്തുതന്നെയായാലും ബൈക്കിലെത്തിയ ആളാണ് കൊലപാതകം നടത്തിയതെന്ന് ദൃക്സാക്ഷി മൊഴിയുണ്ട്. വെള്ളയിൽ ഹാർബർ ഭാഗത്തേക്കാണ് ഈ പ്രതി പോയതെന്ന സൂചനയും പോലീസ് ലഭിച്ചിട്ടുണ്ട്. ഇവിടുത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വെള്ളയിൽ പോലീസിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ശ്രീകാന്തിന്റെ കാർ കത്തി നശിച്ചിരുന്നു. ഈ ഒരു കാർ കത്തി നശിച്ചതുമായി ബന്ധപ്പെട്ട് ഈ കൊലപാതകത്തിന് എന്തെങ്കിലും പങ്കുണ്ടോ? മാത്രമല്ല, നേരത്തെ ഒരു കേസിലെ കൊലപാതക കേസിലെ പ്രതിയാണ് ശ്രീകാന്ത്. ആ കൊലപാതകവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രതികാരമോ അത്തരം കാര്യങ്ങളുണ്ടോ എന്നതും പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട്. എന്തുതന്നെയായാലും നിലവിലിപ്പോൾ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് ശ്രീകാന്തിന്റെ വീടിനടുത്തുള്ള പണിക്കർ റോഡിൽ ഇയാൾ കൊല്ലപ്പെട്ടത്. അമ്പലത്തിൽ പോവുകയായിരുന്ന സ്ത്രീകളാണ് ഇതാദ്യം കണ്ടത്. പിന്നീട് നാട്ടുകാരെ വിവരം അറിയിച്ചു, പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. നിലവിലിപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സുഹൈൽ. ശരി, മിഥില ബാലാണ് വാർത്ത വിശദാംശങ്ങൾ നൽകിയത്. ഇന്നായിരുന്നു കൊലപാതകം. ബൈക്കിലെത്തിയ ഒരാൾ കൊലപ്പെടുത്തിയെന്ന ദൃക്സാക്ഷി മൊഴിക്കപ്പുറം പോലീസിന് ഇപ്പോഴും ഒരു സൂചനയും ലഭിച്ചിട്ടില്ല. ശ്രീകാന്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. മിഥില ബാലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.